ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തെ കാത്തിരിക്കുന്നത് വലിയ കടമ്പയാണ്. മുഖ്യമന്ത്രി മുഖമായി തേജസ്വി യാദവിനെ ഉയർത്തിക്കാട്ടണമെന്നാണ് RJDയുടെ ആവശ്യം. മുഖ്യമന്ത്രി മുഖമില്ലാതെ മത്സരിക്കാനാണ് കോൺഗ്രസിന്റെ താൽപര്യം. വോട്ടർ അധികാർ യാത്ര കടന്നുപോയ മണ്ഡലങ്ങളിലെ 50 സീറ്റാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം വീണ്ടും എത്തുകയാണ്. നോബിൾ മാരിക്കാരൻ, സീറ്റ് എണ്ണത്തിൽ ഇക്കുറിയും ഉടക്കുമോ കോൺഗ്രസും RJDയും, അതോ തേജസ്വി തന്നെ മുഖ്യമന്ത്രി മുഖമായി വരട്ടെ എന്ന കോംപ്രമൈസിലേക്ക് എത്തുമോ മഹാഗഡ്ബന്ധൻ? സുജയ, ബീഹാറിൽ എന്താണെങ്കിലും 2 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കും. സ്വാഭാവികമായും അതുകൊണ്ട് വലിയ കടമ്പയാണ് ഇന്ത്യ സഖ്യത്തിന് മുന്നിൽ പ്രധാനമായി ഉള്ളത്. കഴിഞ്ഞ ദിവസം വോട്ടർ അധികാര യാത്ര വലിയ വിജയകരമായി തന്നെ പൂർത്തിയാക്കിയെങ്കിലും സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ആ ഐക്യം അതേപടി നിലനിർത്താൻ കഴിയുമോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത്തരത്തിൽ ഐക്യം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്യും. പല കാര്യങ്ങളും തർക്കം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി മുഖമായി തന്നെ ഉയർത്തി കാണിക്കണം എന്ന RJDയുടെ ആവശ്യമാണ്. ഈ വോട്ടർ അധികാര യാത്രയിൽ പല ഘട്ടങ്ങളിൽ തേജസ്വി സ്വയം താൻ മുഖ്യമന്ത്രിയാണ് തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഒന്നും അതിന് ഒരു പിന്തുണ നൽകി സംസാരിക്കുന്നത് നമ്മൾ ഒരിടത്തും കണ്ടില്ല. അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ട് കോൺഗ്രസിന്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം മുഖ്യമന്ത്രി മുഖം ഇല്ലാതെയാണ് മത്സരിക്കുന്ന പതിവുള്ളത്. പക്ഷേ ബീഹാറിലേക്ക് വരുമ്പോൾ RJDയുടെ ആ താല്പര്യം കോൺഗ്രസ് സംരക്ഷിക്കുമോ എന്ന് പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, സീറ്റ് വിഭജനമായിരിക്കും ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇന്ത്യ സഖ്യത്തിന് മുന്നിൽ വരാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ തവണ 70 സീറ്റിൽ ബീഹാറിൽ മത്സരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ജയിച്ചത് വെറും 19 സീറ്റിലാണ്. ഈ തവണ കോൺഗ്രസ് 60 സീറ്റുകൾ ലക്ഷ്യം വെക്കുന്നു. അതിൽ 50 എണ്ണം എന്ന് പറയുന്നത് ഈ വോട്ടർ അധികാര യാത്ര കടന്നുപോയ മേഖലയിൽ ഉള്ള 50 സീറ്റുകളാണ്. എന്താണെങ്കിലും അവിടെ RJD ശക്തി കേന്ദ്രങ്ങളുണ്ട്. RJD ഇത്തരത്തിൽ ഈ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ 50 സീറ്റുകൾ കോൺഗ്രസിന് നൽകാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് CPM, CPI അതോടൊപ്പം തന്നെ മറ്റ് പാർട്ടികളൊക്കെ ഈ സഖ്യത്തിൽ ഉണ്ട്. ആ പാർട്ടികളുടെയൊക്കെ ഒരു തീരുമാനപ്രകാരം 50-ലധികം സീറ്റുകൾ കോൺഗ്രസ് നൽകേണ്ടതില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും 50 സീറ്റ് കോൺഗ്രസ് നൽകാൻ അത്തരത്തിൽ 60 സീറ്റ് ആവശ്യപ്പെടുമ്പോൾ 50ലേക്ക് ഒതുങ്ങുകയാണെങ്കിൽ ഏറ്റവും വിജയസാധ്യതയുള്ള 50 സീറ്റ് അതാണ്. 50 സീറ്റ് ജയസാധ്യതയുള്ള, ജയിക്കുമെന്ന് ഉറപ്പുള്ള 50 സീറ്റ്, അതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ ഡീൽ എന്താകുമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.